അയൽവാസികൾക്ക് വെള്ളം കിട്ടാൻ വൈദ്യുതി കൊടുത്ത് വെട്ടിലായി മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ഉന്നതിയിലുള്ള MK ശിവൻ. വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടവർ അടയ്ക്കാതെ വന്നപ്പോൾ ഇരുട്ടിലായി ജീവിതം. ഇതിനിടെ ശിവന് ഒരു രക്ഷകനെത്തി, സാക്ഷാൽ സുരേഷ് ഗോപി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ വൈദ്യുതി ഇല്ലാതെ ദുരിതത്തിലായിരുന്ന കുടുംബത്തിന് വെളിച്ചം ലഭിച്ചെന്ന വാർത്തയും. എല്ലാവരും ആക്ഷൻ ഹീറോയ്ക്ക് ഈ വാർത്തയിൽ കയ്യടി നൽകുകയാണ്. സുരേഷ് ഗോപിയെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വേട്ടയാടുന്നുവെന്ന് BJP വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ വാർത്ത സജീവ ചർച്ചയായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ലെന്ന വിമർശനം ഉയർന്നതോടെ സുരേഷ് ഗോപി അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തിയിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ഉന്നതിയിലുള്ള MK ശിവൻ, MR ബിന്ദു എന്നിവരുടെ വീട്ടിലെ വൈദ്യുതിയാണ് മന്ത്രിയുടെ സഹായത്തോടെ പുനഃസ്ഥാപിച്ചത്. KSEBിക്ക് നൽകാനുണ്ടായിരുന്ന 60,742 രൂപയുടെ കുടിശ്ശിക മന്ത്രി അടച്ചതോടെയാണ് കുടുംബത്തിന്റെ ദുരിതത്തിന് അറുതിയായത്. 1.5 വർഷമാണ് കുടുംബത്തിന് വൈദ്യുതി മുടങ്ങിയത്. വാർത്തയെ തുടർന്നാണ് വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ BJP നേതാക്കൾ മന്ത്രിയെ വിവരം അറിയിക്കുകയായിരുന്നു. സന്നദ്ധ സംഘടനയായ മേഴ്സി കോപ്സ് പ്രദേശത്തെ 14 കുടുംബങ്ങൾക്കായി കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇതിനായി ശിവന്റെ വീട്ടിൽ നിന്നാണ് വൈദ്യുതി എടുത്തിരുന്നത്. പദ്ധതിയുടെ തുടക്കത്തിൽ ചെറിയ തുകയുടെ ബില്ലുകളാണ് വന്നിരുന്നത്. അതടച്ചിരുന്നതായി മേഴ്സി കോപ്സ് ഭാരവാഹികൾ പറയുന്നു. എന്നാൽ പിന്നീട് ഭീമമായ തുക വന്ന് തുടങ്ങിയതോടെ വൈദ്യുതി ബില്ല് അടയ്ക്കാതെയായി. കുടിവെള്ള പദ്ധതി കൊണ്ട് മാത്രം ഇത്രയും ഭീമമായ തുക ബിൽ വന്നതല്ലെന്നാണ് മേഴ്സി കോപ്സിന്റെ നിലപാട്. 1.5 വർഷത്തോളം വൈദ്യുതി ബില്ല് അടയ്ക്കാതെ ആയതോടെയാണ് ഭീമമായ തുക കുടിശ്ശികയായി വന്നത്. തുടർന്ന് ശിവന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു. അതേസമയം പദ്ധതിയിൽ പങ്കില്ലാത്തതിനാൽ സാമ്പത്തികമായി സഹായിക്കാനാവില്ലെന്ന് മറ്റത്തൂർ പഞ്ചായത്തും അറിയിച്ചു. ഇതേ തുടർന്നാണ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. കുടിശ്ശികയും പലിശയടക്കമുള്ള മുഴുവൻ തുകയും അദ്ദേഹം അടച്ചു. വ്യാഴാഴ്ച മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി രാജേഷ് നായർ, BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, P ഗോപിനാഥ്, കൃഷ്ണദത്ത് എന്നിവർ ശിവന്റെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മാധ്യമ വാർത്തയെ തുടർന്നുണ്ടായ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിൽ ഒരു കുടുംബത്തിന്റെ 1.5 വർഷം നീണ്ട ദുരിതമാണ് അവസാനിച്ചത്.